വീഴ്ച സമ്മതിക്കാതെ മന്ത്രിമാർ. തകർന്നു വീണത് ആരോഗ്യവകുപ്പിന്റെ വാദങ്ങൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മെഡിക്കൽ കോളേജ് വളപ്പിനുള്ളിൽ തകർന്നു വീണത് ആരോഗ്യവകുപ്പിന്റെ അഭിമാനവും അവകാശവാദവും. ആശുപത്രി ഉപകരണങ്ങളെ ക്ഷാമം തുറന്നുകാട്ടി ഡോക്ടർ ഹാരിസ് തുറന്നുവിട്ട ഭൂതം വകുപ്പിനെ വേട്ടയാടുമ്പോഴാണ് കെട്ടിട ദുരന്തം. 567 കോടി രൂപ മുടക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയ ബ്ലോക്കുകൾ ഉയർന്നുവെന്നത് ശരിയാണ്. പണി പൂർത്തിയായവയിലേക്ക് പഴയ ബ്ലോക്കുകളിലെ രോഗികളെ മാറ്റിയിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവായേനെ. മെയ് 30-ന് മന്ത്രിമാരായ VN വാസവനും വീണ ജോർജും പങ്കെടുത്ത അവലോകനത്തിൽ പുതിയ കെട്ടിടം തുറക്കുന്നത് ചർച്ച ചെയ്തിരുന്നു. ജൂൺ മുഴുവൻ കടന്നുപോയിട്ടും രോഗികളെ മാറ്റാനായില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കെട്ടിടങ്ങൾ തുറന്ന് ക്രെഡിറ്റ് നേടാനുള്ള ശ്രമമായിരുന്നു ഇതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ശസ്ത്രക്രിയ വിഭാഗം സജ്ജമാകാനുള്ള താമസമാണ് 1 മാസം കാര്യങ്ങൾ നീണ്ടുപോകാൻ ഇടയായതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. 2013-ൽ 11, 14, 10 വാർഡുകളിലെ ശൗചാലയ ഭാഗം ദുർബലമാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. 2016-ൽ കിഫ്ബിയിൽ പണം വകവെച്ച് പുതിയ മന്ദിരങ്ങൾക്ക് അംഗീകാരം നേടി. 2020-21-ൽ പണി തുടങ്ങി. 2025 ആദ്യം പൂർത്തിയായി. പക്ഷേ 12 വർഷവും ദുർബലമായ ശൗചാലയം അടച്ചില്ല. വിലക്കുണ്ടായിരുന്നുവെന്ന് മന്ത്രിമാർ പറയുന്നുണ്ടെന്ന് മാത്രം. ഇതിലാരും കയറിയില്ലെന്നും അടച്ചുപോയതാണെന്നും വ്യാഴാഴ്ച രാവിലെ മെഡിക്കൽ കോളേജ് വളപ്പിലെത്തിയ മന്ത്രിമാരായ വീണ ജോർജും വാസവനും ഉറപ്പിച്ചു പറഞ്ഞു. ആരും അതിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന വിലയിരുത്തൽ ഇതോടെ രക്ഷാപ്രവർത്തകർക്കും ഉണ്ടായി. അഗ്നിരക്ഷാസേന വന്ന് അവശിഷ്ടം നീക്കുമ്പോഴും ആളപായ സൂചന ഇല്ലായിരുന്നു. ഈ സമയത്തും ബിന്ദുവിനെ കാണാനില്ലെന്ന് മകളും ഭർത്താവും പറയുന്നുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരാതി ശ്രദ്ധയിൽ വന്നില്ലെന്ന് അധികാരികളും മന്ത്രിമാരും പ്രതികരിച്ചു. പക്ഷേ പഴയ കെട്ടിട സമുച്ചയത്തിലെ തടസ്സങ്ങൾ നീക്കി ചെറിയ മണ്ണുമാന്തിയന്ത്രം എത്തിച്ച് സ്ലാബുകൾ നീക്കിയപ്പോൾ ബിന്ദുവിന്റെ മൃതദേഹം കിട്ടി. ഇതോടെ ദുരന്ത സ്ഥലം കണ്ണീരിടമായി. 68 വർഷം പഴക്കമുള്ള കെട്ടിടമായതിനാൽ ഉള്ളിലേക്ക് യന്ത്രം കൊണ്ടുവരാനുള്ള തടസ്സം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും രക്ഷാപ്രവർത്തനം വൈകിട്ടില്ലെന്നും മന്ത്രിമാർ പിന്നീട് പ്രതികരിച്ചു. പക്ഷേ മന്ത്രിമാർ കാര്യങ്ങൾ ലഘൂകരിച്ചത് ജീവൻ നഷ്ടപ്പെടുത്തിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഏതായാലും ഗൗരവപൂർവ്വം സംഭവത്തെ കണ്ടില്ലെന്ന ആക്ഷേപത്തെ എളുപ്പം മറികടക്കാൻ അധികൃതർക്കാകില്ല.